St. Basilius College, distinguished guests on the lines, the respected professors, dear students and ladies and gentlemen. In Kerala's education history, Basilius College was an august place equalled by very few. This is the alma mater of many great personalities who made indelible marks in various parts of life. Today, this Basilius College has completed its 50 years of successful history. Now, Departmental Post has also the tradition of more than 150 years of unstinted service to the people of this country. Any talk on the Departmental Post is inconclusive without referring to stumps and numbers. They are our privileged possessions. It's our tradition to honor important personalities, important events, and legendary institutions by issuing commemorative stamps and releasing special covers on them. It's a matter of great privilege for the Departmental Post to release a special cover commemorating the Golden Jubilee celebration of this great temple of knowledge. On behalf of the Departmental Post, I wish this institution all the success in the years to come. Thank you. Thank you, ma'am. As an expression of the gratitude of the Basilius family, a memento will now be presented to Srimati A.M. Baby. I request your grace to do the honor of presenting the memento. Section Supervisor of India Post has completed all the official formalities of releasing the stamp. As a token of appreciation of his services, a memento will now be presented to Sri P.A. Subramanian. I request College Principal to do the honor. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാം ആദരണീയനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, ഈ കലാലയത്തിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രിയുമായ ശ്രീ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് അനുകരിച്ച നമ്മുടെ കോളേജിന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡി കെ കുര്യൻ സാർ, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ പി സി ഏലിയ സാർ, പ്രിയമുള്ള കോട്ടയം സീനിയർ സൂപ്രണ്ട് പ്രൊഫസർ പി സി മാധവി അവരുടെ കൺവീനർ, പ്രിയമുള്ള ശ്രീ തോമസ് കുര്യൻ അവരുടെ പ്രൊഫസർ ഡി കെ മാത്യു, ഇവിടെ സന്നിഹിതരായുള്ള അറിവിന്ദരായ വൈദ്യ സെഷനെ, കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബസേലിയസ് കോളേജിൽ പഠിക്കുവാൻ അവസരം ലഭിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായി ഞങ്ങളൊക്കെ എന്നും കാണാമെന്ന് ഓർക്കാറുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ തിരുവനന്തപുരം പറഞ്ഞതുപോലെ ബസേലിയസ് കോളേജിൽ പഠിച്ച് കടന്നുപോയവരും ഇന്ന് പഠിക്കുന്നവരും, ഒരുപക്ഷെ ഇന്ന് പഠിക്കുന്നവരെക്കാൾ കൂടുതലായി പഠിച്ച് കടന്നുപോയവർ തങ്ങളുടെ ജീവിത കാലഘട്ടങ്ങൾക്കിടയിൽ എന്നും നന്ദി നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്ന നാമമാണ് ബസേലിയസ് കോളേജ്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് ചടങ്ങുകളിൽ ചെന്നാൽ, ഏത് രാജ്യത്ത് ചെന്നാൽ അവിടെ ഒത്തുകൂടുന്നവരുടെ മുമ്പിൽ സന്ദർഭം അനുസരിച്ച് ഞങ്ങളൊക്കെ പറയാറുണ്ട്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ മനസ്സോടെ ബസേലിയസ് കോളേജിലെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങളൊക്കെയാണ്. പ്രസംഗിക്കുവാൻ അവസരം കിട്ടുന്നത്
നിങ്ങളെപ്പോലെ ഏതാനും പേർക്ക് മാത്രമായി. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കോളേജിലൂടെ പഠിച്ചുപോയവർ ഒക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം 100 നാവോടെ മനസ്സ് നിറയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സിലാക്കുക. അത്രയേറെ ശ്രദ്ധയോടെ മനസ്സ് നിറയെ സ്നേഹത്തോടെ ബസേലിയസ് കോളേജിനെ കാണുന്നത് ഈ കലാലയത്തെ അമ്മയെ പോലെ സ്നേഹിച്ചു എന്നുള്ളത്. ഒരമ്മ മക്കളോട് കാണിക്കുന്ന സ്നേഹം പോലെ ഈ കലാലയം ഇവിടെ പഠിച്ച എല്ലാവരോടും സ്നേഹം കാണിച്ചു എന്നുള്ളത് ജീവിതത്തിലുടനീളം നന്ദി നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും. കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ അക്ഷരനഗരി കോട്ടയം. കോട്ടയത്തിന്റെ നിലകുറിയായി ബസേലിയസ് കോളേജ് തലനിർത്തി നിൽക്കുന്നു. ഇവിടെ പഠിച്ച ഓരോ കാലഘട്ടങ്ങളിലായി പഠിച്ച് കടന്നുപോയ എല്ലാവരും അവരെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരില്ല, അവരെയൊക്കെ എത്ര സ്നേഹത്തോടെയാണ് അവർക്ക്. ഞാൻ പ്രത്യേകിച്ചും പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പഠിച്ചതിൽ സ്വയം സാറിന്റെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ് ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും അധ്യാപകർ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ള പഠിപ്പിച്ച ക്ലാസ്സിലെ അധ്യാപകർ മാത്രമല്ല. അത് ബസേലിയസ് കോളേജിന്റെ ഒരു പ്രത്യേകതയായി എന്നത് ഞാൻ ഓർക്കാറുണ്ട്. എല്ലാവരും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാ അധ്യാപകരും എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പരമ്പര ബസേലിയസ് കോളേജ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഈ വേദിയിൽ പ്രിയപ്പെട്ട നമ്മളെല്ലാം വലിയ നമ്മുടെ ഈ കലാലയത്തിന് ഇത്രയും കാലം നേതൃത്വം കൊടുത്തപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ കോളേജിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്. കോളേജിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ സഹായകരമായിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം കഴിയുമെങ്കിൽ അദ്ദേഹം ബസേലിയസിന്റെ സ്വന്തമാണ്. തീർച്ചയായും ഇപ്പോഴും പ്രിയപ്പെട്ട സാറി വേദിയിലിരിക്കുന്നു, മറ്റ് അധ്യാപകരെല്ലാം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പിരിയുന്നു എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. നമ്മളെല്ലാം തുടരുകയാണ്, ബസേലിയസിന്റെ ഭാഗമായി തുടരുകയാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ മുൻകാല അധ്യാപകർ, ഇത്രയേറെ മുൻകാല അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഇത്രയേറെ മുൻകാല വിദ്യാർത്ഥികൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മറ്റൊരു കലാലയത്തിൽ ഞാൻ ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിലും ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാത്ത പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും ഒക്കെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഒക്കെ വലിയ സാന്നിധ്യം ബസേലിയസ് കോളേജിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ നല്ല മനസ്സ് നമുക്ക് ഒരേ ഒറ്റക്കെട്ടായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ പ്രിയപ്പെട്ട എല്ലാ മുൻകാല അധ്യാപകരെയും നമ്മൾ പിരിഞ്ഞു പോയവരടക്കം എല്ലാ മുൻകാല അധ്യാപകരെയും ഇന്ന് ഇവിടെ കടന്നു വന്ന ചൂടിൽ വരാൻ കഴിയാത്ത മുൻകാല അധ്യാപകരെ എല്ലാവരും നന്ദിപൂർവ്വം ഓർക്കട്ടെ. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച എല്ലാവരും പ്രത്യേക സ്നേഹത്തോടും അറിവോടുകൂടി ഓർക്കട്ടെ. ജീവനകാലം മുഴുവൻ അവരോടെല്ലാം ഞങ്ങൾക്ക് നിറഞ്ഞ കടപ്പാടുണ്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി പറയട്ടെ. മുൻകാല അധ്യാപകർ പോലെ തന്നെയാണ് ഇവിടെ തന്നെ പോയിരിക്കുന്ന ഒത്തിരി മുൻകാല നോൺ ടീച്ചിങ് സ്റ്റാഫ്. അവരെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ ഇവിടെ പലപ്പോഴും ഒരുപാട് സഹായങ്ങൾ അവരെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ക്ലാസ് റെഡി ചെയ്ത് പോകേണ്ടി വരുമ്പോഴും ഇതുവഴിയെല്ലാം കറങ്ങി നടക്കുമ്പോഴും ഒക്കെ അവരുടെ ഒരു സംരക്ഷണവും സഹായവും വിലപ്പെട്ടതായിരുന്നു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരായ അവരെല്ലാം പ്രത്യേകം നോക്കട്ടെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ വേദിയിൽ ഇരുന്നപ്പോൾ നോക്കിയായിരുന്നു പല ഒരു വലിയ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ കടം വന്നിട്ടുള്ള സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള നിരവധി അധ്യാപകർ അവരിൽ കുറെ പേർക്കെല്ലാം ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാതെ നിന്നിട്ടുള്ള കുറെ പേര് ഇപ്പോഴും കോളേജിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയാണ്. ചെറിയ തുകയൊക്കെയാണെങ്കിൽ അന്ന് വലിയ തുകയായിരുന്നു. ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോൾ 1-2 ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ അവരുടെ കടക്കാരനായി ഞാൻ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. പക്ഷേ അവർ ചോദിച്ചിട്ടു എങ്കിൽ പോലും അങ്ങനെ ഒത്തിരി അധ്യാപകർ ഞങ്ങളോട് സ്നേഹം കാണിച്ചുള്ളൂ. ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതെല്ലാം സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ടീച്ചേഴ്സിനോടാണെങ്കിലും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അവരെ സഹായിക്കാൻ കാണിച്ചിട്ടുള്ള മനസ്സ്, മറ്റു വഴികളിലേക്കൊന്നും പോകാതെ നേരായ മാർഗത്തിൽ എപ്പോഴും പോകുന്നതിനുള്ള ഒരു അനുഗ്രഹമായി തന്നെ ഇപ്പോൾ ഞാനതെല്ലാം തിരിച്ചറിയുകയാണ്. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രതികരിച്ച് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആ സ്നേഹം, ഞങ്ങളുടെ കടപ്പാട് എല്ലാവരോടും അറിയിക്കട്ടെ. അഭിമുഖ്യ കഥലിക്ക് പോകാൻ തിരുമേനിയോടും അതുപോലെ അഭിമുഖ്യ മെട്രോപൊളിറ്റൻ തിരുമേനിയോടും
എല്ലാ അഭ്യുതരായ പിതാക്കന്മാരോടും ഒക്കെയുള്ള ആദരവ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും ഇനിയുള്ള കാലം നമുക്ക് എന്താണ് ബിസിനസിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്? പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ജോർജ് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ പ്രിയപ്പെട്ട പ്രിൻസിപ്പലോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ ഓരോ കലാലയവും സെന്റർ ഓഫ് എക്സലൻസ് വിദ്യാഭ്യാസ രംഗം വലിയ മുന്നേറ്റത്തിന്റെ ഒരു കാലത്ത് നാം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല, നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. നാം മുന്നോട്ട് പോവുകയെന്നുള്ള നാം മുൻപന്തിയിൽ എത്തുക എന്നുള്ള ലോകം മുഴുവൻ നടക്കുന്ന വലിയ മത്സരം, അതിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇതാണ് പരിശോധിക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക്, ആ ഒരു നിലയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഔന്നത്യത്തിൽ കലകൾക്ക് നിൽക്കുന്ന ഒരു വലിയ അംഗീകാരത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മാതൃക കലാലയമായി നാളുകളിൽ ഇനി മുന്നോട്ടുള്ള കാലഘട്ടം എക്സലൻസിനെ ഉയർത്തുക എന്നതാണ് സുവർണ ജൂബിലിയുടെ തീരുമാനമായി നമുക്ക് എടുക്കേണ്ടത്. അത് ഒറ്റക്കെട്ടായി നമുക്കെടുക്കാം. ജഗദീശ്വരന്റെ കാര്യത്തിലും ഈ കലാലയത്തിൽ കടന്നുവരുന്ന എല്ലാ മക്കളെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.